ഇന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കണ്ടു നോക്കാം. അതിനായിട്ട് ഇതാ ഒരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും കൂടാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയേ. ഇതാ ഞാനിപ്പം കട്ടകളൊന്നും കൂടാതെ ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സോസ് പാനിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇതുപോലെ തിളച്ച് വരാൻ തുടങ്ങുന്ന ആ സമയത്ത് ഇതിലേക്ക് നേരത്തെ കലക്കി മാറ്റി വെച്ച ഗോതമ്പിൻ്റെ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ തുടർച്ചയായി കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഗോതമ്പ് നമുക്ക് നല്ല പോലെ വെന്ത് കിട്ടണം. 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് തുടർച്ചയായി ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേനും നല്ല പോലെ വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് അരക്കപ്പ് ശർക്കരയിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഉരുക്കിയെടുത്തത് അരിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇനി ഇത് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, കൂടെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ചുക്കുപൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് ചിരവിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഒരു പാൻ ചൂടായി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ഉണക്കമുന്തിരിയും ഇട്ട് കൊടുത്തതിന് ശേഷം വറുത്തെടുക്കാവുന്നതാണ്. ഇതിപ്പം നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.